ഹലോ, നമസ്കാരം. കേരള അക്കാദമിയിലേക്ക് സ്വാഗതം. കാറ്റഗറി നമ്പർ 535 2023 LGS വേരിയസ് കൊല്ലം, പാലക്കാട്, വയനാട്, കാസർഗോഡ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ ഡിസ്കഷൻ ആണ് ഇന്ന്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഓപ്ഷൻ എ ടെന്നീസ്, ഓപ്ഷൻ ബി ഗുസ്തി, ഓപ്ഷൻ സി ഷൂട്ടിംഗ്, ഓപ്ഷൻ ഡി ജാവലിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ജാവലിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജംതാർ ആണ് കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്? എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്? ഓപ്ഷൻസ് ന്യൂഡൽഹി, കൊൽക്കത്ത, മദ്രാസ്, ജയ്പൂർ. ആൻസർ വരുന്നത് മദ്രാസ്. ഓപ്ഷൻ സി മദ്രാസ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. 1913 തുടങ്ങിയ ഖദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഓപ്ഷൻ ബി ലാല ഹർദയാൽ ആണ് 1913 തുടങ്ങിയ ഖദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിന്റെ ജേണൽ ഏതാണ്? ബാലഗംഗാധർ തിലകിന്റെ ജേണൽ ഏതാണ്? ഓപ്ഷൻ ഡി മറാത്തയാണ് ബാലഗംഗാധർ തിലകിന്റെ ജേണൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ഡോക്ടർ BR അംബേദ്കർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ലോർഡ് ലിൻലിത്ഗോ ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയ്. ഓപ്ഷൻ ഡി ലോർഡ് ലിൻലിത്ഗോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതി. ഓപ്ഷൻ ഡി രാഷ്ട്രപതിയാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടം എടുത്തത്? മൗലിക കടമകൾ. അപ്പം കടമെടുത്ത കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത്? ബോറോഡ് ഫ്രം അല്ലെ? എവിടെ നിന്നാണ്? ഓപ്ഷൻസ് USA, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ. മൗലിക കടമകൾ എടുത്തിട്ടുള്ളത് സോവിയറ്റ് യൂണിയൻ. ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം 30 വയസ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആളാരാണ്? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 25 ആണ്. അനുച്ഛേദം 25, ആർട്ടിക്കിൾ 25. ഓപ്ഷൻ ഡി ആണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം പയ്യന്നൂരാണ്. ഓപ്ഷൻ ബി പയ്യന്നൂർ ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ട്രാവൻകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മൻ. ഓക്കെ, ഓപ്ഷൻ ഡി. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? കറക്റ്റ് ആൻസർ മഹാത്മാഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന 1900 അല്ലെങ്കിൽ 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? രണ്ടാം ഈഴവ മെമ്മോറിയൽ. ഓക്കെ, ശരി ഉത്തരം ലോർഡ് കേഴ്സൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂലധനം മുഖവുര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? മൂലധനം മുഖവുര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് EMS നമ്പൂതിരിപ്പാടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പ്രസ്താവനകൾ നോക്കാം. 1950 ആസൂത്രിത കമ്മീഷൻ നിലവിൽ വന്നത്. ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത്, പ്രസ്താവന തന്നിരിക്കുന്നത്, ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. മൂന്നാമത് തന്നിരിക്കുന്ന പ്രസ്താവന അമേരിക്കൻ മോഡലായിരുന്നു ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ. നാലാമത് തന്നിരിക്കുന്നത് ആസൂത്രിത കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന അമേരിക്കൻ മോഡൽ ആയിരുന്നു ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠന വിധേയമാക്കിയത്? ലോക സന്തോഷ സൂചികയിൽ 143 രാജ്യങ്ങളെയാണ് ലോക സന്തോഷ സൂചികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്, പഠന വിധേയമാക്കിയിരുന്നത്. അതിൽ 126 ഇന്ത്യയുടെ സ്ഥാനം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1-ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡാണ് ശരി ഉത്തരം. നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1-ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഉത്തരാഖണ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത്? സോ ഇവിടെ ഗ്രാമീൺ ബാങ്ക് സ്ഥാപകൻ, ബംഗ്ലാദേശിലെ നിയുക്ത പ്രസിഡന്റ്, നോബൽ സമ്മാന ജേതാവ്. അപ്പം ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 1, 3 പ്രസ്താവനകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെബിയുടെ പൂർണ്ണ രൂപം എന്ത്? സെബി SEBI. ശരി ഉത്തരം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം? പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം 40 സ്വർണ്ണ മെഡലുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഗ്നി, സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയുമായി ഏതുമായി ബന്ധപ്പെട്ടതാണ്? അഗ്നി, സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? സോ ഇവിടെ നമുക്ക് വിമാനവാഹിനിക്കപ്പൽ തന്നിട്ടുണ്ട്. അന്തർവാഹിനിക്കപ്പലല്ല, യുദ്ധവിമാനങ്ങളല്ല, മിസൈലാണ്. അഗ്നി, സൂര്യ. ഓക്കെ, സോ ആൻസർ ഈസ് മിസൈൽ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ്. ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ തെറ്റായ പ്രസ്താവന, ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ, അത് തെറ്റാണ്. ഓക്കെ, ഇതിന്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി, ശരിയാണ്. വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവ ഇതിന്റെ ഭാഗമാണ്, ശരിയാണ്. സോ ഇവിടെ തെറ്റായ പ്രസ്താവന ഒന്ന് മാത്രമാണ്, അതായത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത്? അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് അറിയാം സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ അതിന്റെ ക്യാപിറ്റൽസ്. അപ്പം ഇവിടെ ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ് ആണ് ശരിയല്ലാത്ത ജോഡി. ബാക്കിയെല്ലാം ഉത്തരാഖണ്ഡ്, ഡെഹ്റാഡൂൺ, ബീഹാർ, പാട്ന, മിസോറാം, ഐസ്വാൾ, ശരിയാണ്. ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ് ആണ് ശരിയല്ലാത്ത ജോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയല്ലാത്ത പ്രസ്താവനകളാണ് ഇന്ത്യയെ സംബന്ധിച്ച്. സോ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നോക്കാം. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണ്. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ ഉള്ളത്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? 1ഉം 3ഉമാണ്, അതായത് ഓപ്ഷൻ സി ആണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയുണ്ട്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന 4 എണ്ണം, അതില് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പ്രസ്താവനകൾ നോക്കാം. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു, ശരി. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയ നിരകളെ ശിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ശിവാലിക്കിലാണ്, അല്ലല്ലേ? അപ്പൊ അത് തെറ്റാണ്. നെക്സ്റ്റ്, നാഗ, ഖാസി, ഗാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യും, ശരിയാണ്. സോ ഇവിടെ 3ാമത്തെ പ്രസ്താവന ആണ് തെറ്റ്. സോ തെറ്റായ പ്രസ്താവന 3, അതായത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഉൾപ്പെടാത്തത് രാജസ്ഥാൻ അതിർത്തി പങ്കിടുന്നുണ്ട്, പഞ്ചാബ് അതിർത്തി പങ്കിടുന്നുണ്ട്, ഹരിയാന അതിർത്തി പങ്കിടുന്നില്ല. അപ്പം അതാണ് ഉൾപ്പെടാത്ത, അതായത് ശരിയായ ഉത്തരം നമ്മുടെ ഓപ്ഷൻ സി 29, ക്വസ്റ്റ്യൻ 29, ഓപ്ഷൻ സി ഹരിയാനയാണ് ശരി ഉത്തരം. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നില്ല, ഗുജറാത്ത് അതിർത്തി പങ്കിടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്, ശരി. 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട്, ശരി. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്, ശരി. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത്, അല്ലല്ലേ? സോ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി 4ാമത്തെ പ്രസ്താവനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. കേരളത്തിന്റെ കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു, ശരി. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്, ശരി. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി, അല്ലെങ്കിൽ അഡാക്. സോ എല്ലാം ശരിയാണ്, ഓപ്ഷൻ ഡി എല്ലാം ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവട്. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു, അത് കാണുക. 32ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് മതികെട്ടാൻ ചോല തന്നിട്ടുണ്ട്, വയനാട് ആണോ. പാമ്പാടും ചോല തന്നിരിക്കുന്നത് ഇടുക്കിയാണ്. ആറളം വന്യജീവി സങ്കേതം കണ്ണൂരാണ്. നമ്മളോട് ശരിയായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കരിമ്പുഴ വന്യജീവി സങ്കേതം തന്നിട്ടുണ്ട്. ഓക്കെ, ഇതില് നമുക്ക് വരുന്ന, അതായത്
പാമ്പാടുംചോല ഇടുക്കി, ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ. 2ഉം 3ഉം, അതായത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായവയാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ശരിയാണ്. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ശരിയാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യയാണോ സാന്ദ്രതയാണോ എന്നുള്ളത് നോക്കുക. അപ്പൊ അത് തെറ്റാണ്. സോ ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ, അതായത് 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരി. അപ്പം ഓപ്ഷൻ എ ആണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സോ കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത്. ശരിയാണ്. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി തുടങ്ങിയവ. ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തതാണ്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് നീണ്ടകര. അല്ലല്ലേ? സോ അത് തെറ്റാണ്, ശരിയല്ലാത്തതാണ്. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇതില് ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ജലാശയങ്ങളെ കുറിച്ചാണ്. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടും. ശരിയാണ് അല്ലെ? അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം. നെക്സ്റ്റ് പ്രസ്താവന തന്നിരിക്കുന്നത് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ശരി. വേമ്പനാട്ടുകായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. അതും ശരിയാണ്. സോ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നതാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏത് ഡയറക്ഷനിലാണ് കേരളത്തിലെ നദികൾ ഒഴുകുന്നത്, പടിഞ്ഞാറോട്ടാണോ കിഴക്കോട്ടാണോ എന്നുള്ളത് വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇതില് ശരിയായത് കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്. ഓക്കെ അല്ലേ? വെസ്റ്റ് ഈസ്റ്റ് അല്ലേ? പമ്പ പടിഞ്ഞാറോട്ടാണ്, ഇവിടെ തന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. പാമ്പാറ് എങ്ങോട്ടേക്കാണ്? കിഴക്കോട്ട്, ഈസ്റ്റ് ഡയറക്ഷനിൽ കിഴക്കോട്ടാണ്. തെറ്റാണ്. പെരിയാർ കിഴക്കോട്ടേക്ക്, അത് തെറ്റാണ്, പടിഞ്ഞാറോട്ട്. അപ്പൊ കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്, അതായത് 3, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം ഏതൊക്കെയാണ്. മലനാട് ഉണ്ടോ? മലനാടുണ്ട്, ഇടനാടുണ്ട്, തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം ഇവിടെ ഉൾപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ 1ഉം 2ഉം 3ഉം ശരി. സമതല പ്രദേശം അത് നമ്മൾ ഉയരത്തെ അടിസ്ഥാനമാക്കി പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവല്ലപ്പപ്പൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? തിരുവല്ലപ്പപ്പൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? സോ ഫുട്ബോളിന് വേണ്ടി. ഫുട്ബോൾ, ഓപ്ഷൻ സി ഫുട്ബോൾ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു. ശരി. ഇടവപ്പാതി എന്നറിയപ്പെടുന്നു തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ. ശരിയാണ്. തുലാവർഷം എന്നറിയപ്പെടുന്നു. ഇല്ല, തുലാവർഷവും ഇടവപ്പാതി അങ്ങനെ അറിയുന്നില്ല. തുലാവർഷം എന്നറിയപ്പെടുന്നില്ല. സോ ഇവിടെ ശരിയായിട്ട് വരുന്നത് 1ഉം 2ഉം ശരി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വരയാടിനെ അല്ലെങ്കിൽ നീലഗിരിത്താർ സംരക്ഷിക്കാൻ പ്രൊജക്ട് നീലഗിരിത്താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്?
തമിഴ്നാടാണ്. ഓക്കെ, തമിഴ്നാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത്? കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് വിദ്യാവാഹനാണ്. വിദ്യാവാഹൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാടാണ്. ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിരുകൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? തിരുകൊച്ചി സംയോജനം നടന്നത് 1949 ജൂലൈ 1-നാണ്. 1949 ജൂലൈ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം. രണ്ടാമത്തെ കേരളീയ കലാരൂപം. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം മുടിയേറ്റ് ആണ്. ഓപ്ഷൻ ഡി, മുടിയേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആര്? നിബന്ധമാല എന്ന കൃതി രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. ഓക്കെ, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISRO, ഇസ്രോ. ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം. പുതിയ വാണിജ്യ വിഭാഗം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, അതാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 IPL മത്സരങ്ങളിൽ IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആരാണ്? 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആരാണ്? തുഷാർ ദേശ്പാണ്ഡെ. ഓപ്ഷൻ സി, തുഷാർ ദേശ്പാണ്ഡെയാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആര്? ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആര്? സോ ഇവിടെ തന്നിരിക്കുന്നത് കെ ജയകുമാർ, വി മധുസൂദനൻ നായർ ആണ് നമുക്ക് 2023 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത്. ഓപ്ഷൻ ബി, വി മധുസൂദനൻ നായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? 2023 ജൂലൈ 14-നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്നത് VP ജോയ് കമ്മീഷൻ, VK മോഹൻ കമ്മീഷൻ, VN ശ്രീകൃഷ്ണ കമ്മീഷൻ, P രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇതിൽ ശരി ഉത്തരം വരുന്നത് VK മോഹൻ കമ്മീഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ, VK മോഹൻ കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏത്? അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, വിറ്റാമിൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളുടെയും പ്രകൃതി വിഭവങ്ങളുടെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏത്? നാഷണൽ പാർക്കുകൾ. ഓക്കെ, വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും, ജോഗ്രഫിക്കൽ അവിടുത്തെ ഓക്കെ നാഷണൽ പാർക്കുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ? വെള്ളായണി ഹ്രസ്വ എന്നറിയപ്പെടുന്നത് കിഴങ്ങ് വർഗമാണ്. കിഴങ്ങ് വർഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം? ഓപ്ഷൻ ഡി, ഡയറിയ ആണ്. ഡയറിയ. ഓക്കെ,
ഡയറിയാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ രക്തപര്യായന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ശരി ഉത്തരമാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു, എല്ലാ സിരകളും അശുദ്ധ രക്തം വഹിക്കുന്നു. കൊറോണറി ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു, ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. ഇതിൽ 4 മാത്രമാണ് ശരി. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. പ്രസ്താവന 4 ശരിയാണ്. ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഓപ്ഷൻ ഡി ഈക്കോളി ബാക്ടീരിയ. ഓക്കെ, ഈക്കോളി ബാക്ടീരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ഓപ്ഷൻ ഡി ന്യൂറോലിങ്ക് കോർപ്പറേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റത്തിലെ ഏതു കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെ. ആറ്റത്തിലെ ഏതു കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയിരിക്കുന്നത്? സോ ഇവിടെ ഇലക്ട്രോൺ ആണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതിയിലല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏത്? ഓക്കെ, കാർബണിന്റെ രൂപം ക്രിസ്റ്റൽ ആണെന്ന് നമുക്കറിയാം. സോ തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതിയിലല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏത്? രൂപാന്തരമാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ ഉത്തരം കൽക്കരിയാണ്. ഓപ്ഷൻ സി ആൻസർ കൽക്കരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെ കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് ഓക്കെ സവിശേഷതകൾ നമുക്ക് നോക്കാം. എല്ലാ ധാതുക്കളും അയിരുകളാണ്. തെറ്റ്. ലോഹത്തിന്റെ അംശം കൂടുതലുണ്ടായിരിക്കണം. ശരി. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. ശരി. 2ഉം 3ഉം ഓപ്ഷൻ ഡി ആണ് ശരി. ലോഹത്തിന്റെ അംശം കൂടുതലുണ്ടായിരിക്കണം, എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്ത്? ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്ന് പറയുന്നത് യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ഓക്കെ, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? സോ നമുക്ക് നോക്കാം ഏതൊക്കെയാ പ്രസ്താവനകൾ തന്നിരിക്കുന്നത്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശരി. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശരി. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹേർട്സ് മുതൽ 2000 ഹേർട്സ് വരെയാണ്. ശരിയല്ല. സോ ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രമാണ് ശരി. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള കേരള ഗവൺമെന്റിന്റെ സോഫ്റ്റ്വെയർ സാരഥിയാണ്. ഓപ്ഷൻ ബി സാരഥി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതു മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്? സോ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്ന മേഖല എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞർക്കാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ശാസ്ത്രജ്ഞർക്ക്, സയന്റിസ്റ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ. 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ എവിടെ? സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്നത്. 67ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് വയോ അമൃതം, വയോമിത്രം, മന്ദഹാസം, വയോ മധുരം. ഓപ്ഷൻ ബി വയോമിത്രമാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏത്? ഇവിടെ വൈറസ് മൂലം ഉണ്ടാകുന്നത് ചിക്കൻ പോക്സ് ആണ്. ഓപ്ഷൻ ഡി ചിക്കൻ പോക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം അനീമിയാണ്. പെർനിഷ്യസ് അനീമിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ വേദന കുറയ്ക്കുക, ശരിയാണ്. ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. അതായത് അപ്പം ഏതാണ് ആൻസർ വരുന്നത്? മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം അനാരോഗ്യകരമായ ഭക്ഷണശീലം. അനാരോഗ്യമായ ഭക്ഷണശീലമാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? സോ വരുന്നത് ഓപ്ഷൻ സി, ക്വാഷിയോർക്കർ. ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടും? COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നു? വൈറസ് ആണ് അല്ലെ? COVID-19 വൈറസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി? താലോലമാണ്. താലോലമാണ്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി താലോലം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ബോർഡറ്റെല്ല പെർട്ടൂസിസ് ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത്? ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ വെരിസെല്ല വാക്സിൻ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി? ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം ഓപ്ഷൻ എ ഹൃദ്രോഗമാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത്? ഓക്കെ. അപ്പം നമുക്ക് വരുന്നത് കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നൽകുന്നത് ശ്രുതി തരംഗം എന്ന സംരംഭമാണ്. ഓപ്ഷൻ സി ശ്രുതി തരംഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056 ആണ്. ഓക്കെ. ഓപ്ഷൻ ഡി 1056. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ മാത്സ്. ഒരാൾ തന്റെ സമ്പാദ്യത്തിന്റെ 2/7 ഭാഗം ഒന്നാമത്തെ മകനും 5/2 ഭാഗം രണ്ടാമത്തെ മകനും ബാക്കിയുള്ളത് മൂന്നാമത്തെ മകനും നൽകി എങ്കിൽ മൂന്നാമത്തെ മകന് ആകെ സമ്പാദ്യത്തിന്റെ എത്ര ഭാഗമാണ് ലഭിച്ചത്? മാത്സിന്റെ ഇതിന്റെ എല്ലാം വീഡിയോസ് ഉണ്ട്, നോക്കുക. സോ നമുക്ക് ആൻസർ വരുന്നത് 35-15. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 മീറ്റർ നീളമുള്ള റിബണിൽ നിന്നും 0.63 മീറ്റർ നീളമുള്ള റിബൺ മുറിച്ചു മാറ്റിയാൽ 1 മീറ്ററിൽ നിന്ന് 0.63. ഓക്കെ അല്ലേ? അപ്പം ഇത് മുറിച്ചു മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്?
0.37. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ട മത്സരം 10 സെക്കൻഡിൽ ഓടി പൂർത്തിയാക്കിയ ആൾ ശരാശരി എത്ര വേഗതയിലാണ് ഓടിയത്? അപ്പൊ നമ്മൾ വേഗത നോക്കുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ബൈ എത്ര ദൂരം ഡിവൈഡഡ് ബൈ ടൈം അല്ലെ. അപ്പം ഇവിടെ 100/10. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് 10 മീറ്റർ പെർ 0 വെട്ടിപ്പോയി 10 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ടാണ് വേഗതയിലാണ് അദ്ദേഹം ഓടിയത്. ഓക്കെ. അപ്പം 83 ഓപ്ഷൻ എ ആണ് ശരി. ഏത് സംഖ്യയോട് 0.111 കൂട്ടിയാൽ എന്ത് കിട്ടണം? 1.011 കിട്ടും. അപ്പൊ നമുക്ക് ഈ 1.011 നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഏതോ ഒരു സംഖ്യയോട് കൂടി നമ്മൾ 0.111 കൂട്ടുമ്പോൾ ആരെ കിട്ടണം? 1.011 കിട്ടണം. അപ്പൊ ഇത് എന്ത് ചെയ്താൽ മതി? ഈ ഈക്വലിന്റെ ഇപ്പുറത്ത് പ്ലസ് ആയി കിടക്കുന്ന ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താവും? മൈനസ് ആവും. അതാണ് നമ്മൾ 1.011 0.111 നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ. അപ്പൊ നമുക്കിവിടെ 0 0 ഇവിടെ നമുക്ക് 10 9. ഓക്കെ. അപ്പൊ നമുക്ക് ഉത്തരം ഇവിടെ വരുന്നത് 0.9. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 580 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 609 രൂപയ്ക്ക് വിറ്റു. 580 രൂപയ്ക്ക് വാങ്ങിയ സാധനം 29 രൂപ അഡീഷണൽ വിലയിട്ടിട്ട് 609 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ഓക്കെ അല്ലേ? അപ്പം ഇവിടെ 580-നാണ് വാങ്ങിച്ചത്, 609-നാണ് കൊടുത്തത്. എത്ര രൂപ വ്യത്യാസം വന്നു? 29 രൂപയ്ക്ക് കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അതിന്റെ ലാഭശതമാനം എന്ന് പറയുന്നത് 5%. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏത്? 4, 5, 6. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 4 × 5 20, 20 × 6 ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ 120. 86 എന്ന് പറയുന്നത് ഇവിടെ 120 ആണോ വരുന്നത്, അതോ അതിലും താഴെ വരും അല്ലെ? കാരണം ഇവിടെ 4 6-നെയും നമുക്ക് 4, 5, 6 ഇവിടെ നമുക്ക് 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 വരും. 5 താഴേക്ക് എഴുതുന്നു 3 വരും. അപ്പം ഇവിടെ നമ്മൾ 2 × 2 4, 4 × 5 അല്ലെങ്കിൽ 5 × 3 15. ഓക്കെ അല്ലേ? 15 × 2 ഇതിനെ എല്ലാം കൂടെ നമ്മൾ ഗുണിക്കുക. ഈ കിട്ടിയ ഇതെല്ലാം ഗുണിക്കുക. അപ്പം 5 × 3 15 കിട്ടും. ഇൻറ്റു 2 ചെയ്യാൻ നേരത്ത് നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും. ഇൻറ്റു അഗെയിൻ ഒരു 2 കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് 60 കിട്ടും. ഓക്കെ അല്ലേ? അപ്പം ഓപ്ഷൻ ഡി 60 ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1/2 + 1/3 - 1/4. ഇത് ചെയ്യാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ അല്ലെ, ഡിനോമിനേറ്റർ താഴെ ഉള്ളത് സെയിം ആക്കുക. അപ്പം 1 + 2 + 1/3 ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ 3 കൊണ്ട് നമ്മൾ താഴെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 3 × 2 വരും. ഇവിടെ 2 കൊണ്ട് ചെയ്യുന്നു. 2 × 3. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്ക് 3/6 + 2/6 വരും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഡിനോമിനേറ്റർ താഴെയുള്ളത് സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് മുകളിലുള്ളത് കൂട്ടി എഴുതാം, താഴെയുള്ളത് എടുത്തെഴുതാം. അപ്പൊ 5/6 കിട്ടും. ഇത് എന്തിന്റെ മാത്ര? 1/2-ന്റെയും 1/3-യുടെയും മാത്ര. ഇതിനോട് എന്തും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇത് മാത്രമാണ് നമുക്ക് കിട്ടിയ 5/6 എന്ന് പറയുന്നത്. സോ 5/6 - 1/4 ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ 5/6 - 1/4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 7/12. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
അത് ഇനിയും ഇത് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മാത്സ് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ഇട്ടാൽ മതി, ചെയ്തു തരാം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, √16 + 4² k ആണെങ്കിൽ കെയുടെ വില എന്ത്? അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് √16. അപ്പം 16 √16 എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. 4 × 4 = 16. അപ്പം √16 എന്ന് പറയുമ്പോൾ നമുക്ക് 4 വരും. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 4 + 4² = k. അപ്പൊ k ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 4² എത്രയാ? 16. അപ്പൊ 4 + 16 = k. 16 + 4 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 16 ഉം 4 ഉം 20. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12 കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ ശരാശരി റൺസ് 49 ആണ്. 12 കളികൾ കഴിഞ്ഞപ്പോൾ 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് അയാളുടെ ശരാശരി 50 റൺസ് ആകുന്നത്? അപ്പൊ 12 കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ ശരാശരി റൺസ് ശരാശരിയാണ് 49 ആണ്. 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ്? അപ്പം നമ്മൾ 12 × 49 മൈനസ് എന്ത് ചെയ്യണം? അയാളുടെ 13 × 50 ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നേരത്ത് 12 കളികൾ കഴിഞ്ഞപ്പോൾ ശരാശരി റൺസ് ആണ് 49. ഓക്കെ, ഇനി 13ാമത്തെ കളിയിൽ ഒരെണ്ണം കൂടെ അഡീഷൻ വന്നു അല്ലേ? ഓക്കെ അല്ലേ? ഇത് വരുമ്പോ 50 ശരാശരി റൺസ് ആകുമ്പോൾ ഈ അഡീഷനിൽ വന്ന റൺസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് വരുന്നത് ഓപ്ഷൻ സി 62 റൺസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഡയറക്റ്റ് അല്ലെ? 18 × 21 + 21 × 82. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ബോഡ്മാസ് റൂള്. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബോഡ്മാസ് റൂള് യൂസ് ചെയ്യണം. ബോഡ്മാസ് റൂൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം MD എന്ന് പറയുമ്പോൾ ഡിവിഷൻ ആണ്, M മൾട്ടിപ്ലിക്കേഷൻ ഗുണനമാണ്. ഓക്കെ, ഇത് അഡീഷൻ, ഇത് സബ്സ്ട്രാക്ഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനകത്ത് നമുക്ക് ഡിവിഷൻ ഇല്ല, ഹരിക്കുകയില്ല, ഗുണനം ഉണ്ടല്ലേ? അപ്പം 18 × 21 ആദ്യം ചെയ്യുക, 21 × 82 ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 21 × 18 + 21 × 82. ഓക്കെ അല്ലേ? അപ്പം ഇതിനെ തന്നെ നമുക്ക് ചെറുതായിട്ട് 21 × 18 + 82 ചെയ്താലും, അതായത് നമുക്കപ്പോ 18 + 82 എന്ന് പറയാൻ നേരത്തെ 8 2 10, 8 2 10. ഓക്കെ അല്ലേ? അപ്പം 21 × 100 വരും. 21 × 100 എന്ന് പറയുന്നത് 2100. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? സോ ആൻസർ ഓപ്ഷൻ ബി 2100. ഓക്കെ ആണോ? ഇവിടെ എന്തുകൊണ്ടാ നമ്മൾ ബോർഡ് മാസ് വെച്ച് നോക്കുമ്പോൾ ഇത് ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം. ഇതും ആദ്യം നമ്മൾ ഗുണിക്കണം. അപ്പൊ ഇങ്ങനെ നമ്മളൊന്ന് ബ്രാക്കറ്റ് ഇട്ട് നോക്കിയാൽ 21 കൊണ്ടാണ് 18നെ ഗുണിക്കുന്നത്, 21 കൊണ്ടാണ് 82നെയും ഗുണിക്കുന്നത്. അപ്പൊ നമ്മൾ 21 കൊണ്ട് തന്നെ ആ രണ്ട് സംഖ്യകളും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഗുണിച്ചാൽ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. ഇല്ലെങ്കിൽ സമയം പോവും. ഇത്രേ ഉള്ളൂ. 21 × 18 ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. പിന്നെ 21 × 82 ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2100. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്ത സംഗീത ഉപകരണം ഏതാണ്? തന്നിരിക്കുന്ന ഗിത്താറ്, വീണ, ഓടക്കുഴൽ, വയലിൻ. സോ ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ഓടക്കുഴലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു. ഇത് നമ്മൾ ശരിക്കും ഈ നോർത്ത് ഡയറക്ഷൻ, വടക്ക് അങ്ങനെ വെച്ചിട്ട് ആദ്യം. അപ്പൊ ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് സൗത്ത് അല്ലെ. കിഴക്ക് പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. അപ്പൊ ഇതില് നമ്മളോട് ആദ്യം എന്താ പറഞ്ഞേക്കുന്നത്? ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ തെക്കോട്ട് നടക്കും. തുടർന്ന് 160 മീറ്റർ വലത്തോട്ട്. അതായത് ആളിപ്പോ താഴേക്കല്ലേ പോകുന്നത്, തെക്കോട്ട് പോകുന്നു. അപ്പം അവിടുന്ന് വലത്തോട്ട് എന്ന് പറയുമ്പം ഇങ്ങോട്ടേക്ക് വരും. അപ്പം ഇവിടെ എത്രയായി? 160 മീറ്റർ. ആദ്യം ഇങ്ങോട്ട് വന്നു, പിന്നെ ഇങ്ങോട്ട് വന്നു. 160 മീറ്റർ ഇവിടെ നിന്ന് കൊടുക്കാം അല്ലെ. 200 എന്ന് പറയുമ്പോൾ 260-നേക്കാളും വലുതാണല്ലോ. തുടർന്ന് 200 മീറ്റർ വലത്തോട്ട്, വീണ്ടും 200 മീറ്റർ വലത്ത് നടക്കും. അപ്പം ഇവിടെ താഴോട്ട് തെക്കോട്ട് 200 ആയിരുന്നു, ഇവിടെ നമ്മൾ നോർത്തിലേക്ക് 200 നടന്നു. ഓക്കെ അല്ലേ? അതിനുശേഷം 50 മീറ്റർ ഇടത്തോട്ട് നടന്നു നിൽക്കും. അപ്പൊ ഇവിടുന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇവിടുന്ന് എഗെയിൻ 50 മീറ്റർ എങ്ങോട്ടേക്ക് നടന്നു? ഇടത്തോട്ട് നടന്ന് നിൽക്കുന്നു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയിടത്ത് നിന്നും എത്ര അകലെയാണ്? അപ്പൊ യാത്ര തുടങ്ങിയത് ഇവിടുന്നാണ്. എത്ര അകലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 200, 160, 200 ഒക്കെ നമ്മൾ ആഡ് ചെയ്യണം. ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രയാ? അയാൾ യാത്ര തുടങ്ങിയിടത്ത് നിന്നും എത്ര അകലെയാണ്. അപ്പൊ ഈ തുടങ്ങിയിടത്ത് നിന്നിട്ടും ഈ സ്റ്റോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. അപ്പൊ ഇത് 160 പ്ലസ് 50 വരും. ഓക്കെ അല്ലേ? അപ്പൊ 160ഉം 50ഉം കൂടി കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 210 കിട്ടും. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും എഗെയിൻ ബോർഡ് മാസ് റൂൾ പോലെ തന്നെ വന്നു. 12 പ്ലസ് 10 ഇൻറ്റു 5 ഇൻറ്റു 0. അപ്പൊ ഇത് ഫുൾ നമുക്ക് എന്ത് വന്നു? മൾട്ടിപ്ലിക്കേഷൻ വന്നു, ഗുണനം വന്നു. അപ്പൊ അത് നമുക്ക് 10 ഇൻറ്റു 5 ഇൻറ്റു 0 0 ആയി പോവും. പിന്നെ 12 പ്ലസ് 0 നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് തന്നെ കിട്ടും? 12 തന്നെ കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പ്രത്യേക കോഡിൽ ഡൽഹി എന്നതിനെ ക്രമീകരിച്ചപ്പോൾ HIDL എന്ന് കിട്ടി. ഡൽഹി. ഓക്കെ അല്ലേ? എങ്ങനെ എഴുതിയിരിക്കുന്നത്? HIDEL. ഓക്കെ. അതായത് ഈ ഡെല്ലിനെ എടുത്ത് ലാസ്റ്റിൽ കൊണ്ടുവന്നു, ഈ HIനെ എടുത്ത് നമ്മൾ ഫസ്റ്റിൽ കൊണ്ടുവന്നു. ഓക്കെ. എങ്കിൽ ഇറ്റലി എന്നതിനെ ഈ കോഡ് ഉപയോഗിച്ച് ഏത് രീതിയിൽ ക്രമീകരിക്കാം? അപ്പം ഇറ്റലി, ഇതില് ആദ്യത്തെ 3 നമ്മൾ ലാസ്റ്റിലത്തേക്കിന് കൊണ്ടുപോകണം. അപ്പം ITA, പിന്നെ LYനെ നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ. അപ്പം LYITA എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. Okay. Next question. ഇപ്പോൾ രേവതിയുടെയും അമ്മയുടെയും വയസ്സുകളുടെ തുക 36 ആണ്. ഇപ്പോൾ രേവതിയുടെയും അമ്മയുടെയും വയസ്സുകളുടെ തുക 36 ആണ്. 2 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിന്റെ 4 മടങ്ങാവും. ഇപ്പോൾ രേവതിയുടെയും അമ്മയുടെയും വയസ്സുകളുടെ തുക 36 ആണ്. 2 വർഷം കഴിയുമ്പോൾ, ഓക്കെ അല്ലേ? 2 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിന്റെ 4 മടങ്ങാവും. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ രണ്ടുപേരുടെയും ഇത് മാറുന്നുണ്ട്. അപ്പം x+2 y+2 2 വർഷം കഴിയുമ്പോൾ. ഓക്കെ അല്ലേ? അമ്മയുടെ വയസ്സ്, ഇതില് അമ്മയുടെ വയസ്സ് y ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ x+2 ഇൻറ്റു 4 വരും. എന്ത്? 4 മടങ്ങാണ് ആരുടെ? അമ്മയുടെ. y+2 അമ്മയുടേത്. അപ്പം x+2 ഇൻറ്റു 4 മടങ്ങാവും y+2 എന്നുള്ളത്. ഇത് നമ്മൾ സോൾവ് ചെയ്യണം. അതായത് x+y നമുക്ക് 36 കിട്ടും. ഇവിടെ x+2, ഓക്കെ അല്ലേ? x+2 ഇൻറ്റു 4 ഈക്വൽ ടു y+2. ഇതിനെ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യുമ്പോൾ 4x പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണേ. 4x 2 ഇൻറ്റു 4 8 വരും, ഈക്വൽ ടു y+2. ഓക്കെ അല്ലേ? ഈ y+2നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ
റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും കൊണ്ടുവരുവാണെന്ന് വിചാരിക്കുക. അപ്പം 4x മൈനസ് വൈ ഈക്വൽ ടു -6 വരും. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 4x ഈക്വൽ ടു y -6. വൈനെ നമുക്ക് ഇവിടെ തന്നെ നിർത്താമെന്ന് വിചാരിച്ചു. അപ്പം 4x ഈക്വൽ ടു y -6. അപ്പൊ ഈ എക്സിന്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലെ, ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 6നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന 4x + 6 ഈക്വൽ ടു y. അപ്പം ഈ ഒരു വൈയുടെ ടേമിലെ ഈ ഒരു y ഈക്വൽ ടു 4x + 6 അത് എവിടെ ഇട്ട് കൊടുക്കുക? ഈ ഒരു വൈയിൽ ഇട്ട് കൊടുക്കുക. അതായത് x + y ഈക്വൽ ടു 36 ആണെന്ന് നമുക്കറിയാം. അതില് y ഈക്വൽ ടു ആരെ ഇട്ട് കൊടുക്കുക? 4x + 6 ഈക്വൽ ടു 36. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളുടെ രേവതിയുടെ വയസ്സ് തന്നെ ഡയറക്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ നമുക്കിവിടെ x + 4x, അവിടെ നമുക്ക് ടോട്ടൽ 5x വരും. 5x + 30, 5x + 6 ഈക്വൽ ടു 36. 6 നമ്മൾ ഈക്വലിന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 6 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എത്ര വരും? -6 ആവും. അതായത് 5x ഈക്വൽ ടു 30 വരും. അല്ലെങ്കിൽ x ഈക്വൽ ടു 30/5 വരും. അപ്പൊ 30/5 എന്ന് പറയുമ്പോൾ 6 വയസ്സ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, 6 വയസ്സ്. ഞാൻ ഭയങ്കര ഇലാബറേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അത് നോക്കിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 0.31 + 0.21 × 2. ഇവിടെ നമ്മൾ ബോർഡ് മാസ് തന്നെ യൂസ് ചെയ്യുക. അപ്പം 0.21 × 2 എന്ന് പറയുമ്പം 2, 2, 2, 4, 0.42 വരും. അപ്പം 0.31 + 0.42. അപ്പൊ നമ്മൾ ഈ പോയിന്റ് എല്ലാം സെയിം സ്ഥലത്ത് തന്നെ എഴുതാൻ നോക്കുക. അപ്പൊ 0.31 + 0.42 അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് 3, 7, 0.73. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഗണിതത്തിന് വിജയിച്ചു. 50 കുട്ടികളുള്ളവരിൽ 40 കുട്ടികൾ ഗണിതത്തിന് വിജയിച്ചു. 25 കുട്ടികൾ ഇംഗ്ലീഷിന് വിജയിച്ചു. അപ്പൊ 50 കുട്ടികളായിരുന്നു ടോട്ടല്. ഇതിനകത്ത് 25 കുട്ടികൾ ഇംഗ്ലീഷിന് വിജയിച്ചു. 18 കുട്ടികൾ ഗണിതത്തിനും ഇംഗ്ലീഷിനും വിജയിച്ചു. രണ്ടും കൂടി 18 പേര് വിജയിച്ചു. ഓക്കെ അല്ലെ? എങ്കിൽ ഈ 2 വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരാണ്? ഓക്കെ ആണോ? തോറ്റതാണ് നോക്കേണ്ടത്. ഈ 2 വിഷയങ്ങൾക്കും ജയിച്ച ആൾക്കാരെ മനസ്സിലായി. തോറ്റത്, ഇതിലൊന്നും പെടാതെ കിടക്കുന്ന ആൾക്കാര് എത്ര പേരാണ് എന്നുള്ളത് നോക്കണം. ഓക്കെ അല്ലേ? അതായത് ഇത് ഇത്രയേ ഉള്ളൂ. നമ്മളിത് ഇങ്ങനൊരു 3 വെൻ ഡയഗ്രം ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ അല്ല, ഇവിടെ 2 സബ്ജക്റ്റ് മാത്രമല്ലേ ഉള്ളൂ. 2 സബ്ജക്റ്റ് മാത്രം ഉള്ളപ്പോൾ ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇതില് ടോട്ടൽ 50 പേര്. ഈ ചതുരം വന്നിരിക്കുന്നത് എന്താണ്? ടോട്ടൽ 50 പേര്. അതിനകത്ത് 25 പേര് എന്തിന് ജയിച്ചു? ഇംഗ്ലീഷിന് ജയിച്ചു. 40 കുട്ടികള് എന്തിന് ജയിച്ചു? ഗണിതത്തിന് ജയിച്ചു. ഇത് രണ്ടിനും കൂടി ജയിച്ചത് 18 പേരാണ്. 25 18 ഉണ്ട് അങ്ങനെ. അപ്പൊ ഇതിന് രണ്ടിനും കൂടി ജയിച്ചത് 18 പേരാണ്. ക്ലിയർ അല്ലേ? അപ്പം ഇതിന് തോറ്റത് എത്ര ആൾക്കാരാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. സോ ഇവിടെ ശരി ഉത്തരം വരുന്നത് 3 പേരാണ്. ക്ലിയർ അല്ലേ? അപ്പൊ 25-നകത്ത് 18-ന്ന് ബാലൻസ് മാത്രം ഇവിടെ എഴുതിയാൽ മതിയേ. 25-ന്ന് 18 ബാലൻസ് എത്ര വരും? 7. ഇവിടെ 18-ന്ന് ബാക്കി ബാലൻസ് എത്ര വരുന്നു നോക്കിയാൽ മതി. 22. അപ്പം 22 + 18 + 7 ഇത് 50-ൽ നിന്ന് മൈനസ്. അപ്പൊ ബാലൻസ് 3 പേരാണ് വരുന്നത്. അല്ലെങ്കിൽ തന്നെ നോക്കാലോ. 18, 22, 40 + 7, 47. ടോട്ടൽ 50-ന്ന് 47, അത് 3 പേര് ജയിച്ചിട്ടില്ല. ക്ലിയർ അല്ലേ? 3 പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. PQRS എന്നീ 4 ആളുകൾ നിരന്നു നിൽക്കുന്നു. പി എന്ന ആൾ അപ്പൊ നിരന്നു നിൽക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ അല്ലേ?
അപ്പൊ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ആദ്യം പി ക്യു ആർ എസിനെ നിർത്തുക. ഇവിടെ പി എന്ന ആൾ ക്യൂവിന്റെ വലതുവശത്തും, അപ്പൊ പി എന്ന ആൾ ക്യൂവിന്റെ വലതുവശത്തും, ഓക്കെ അല്ലേ, ആറിന്റെ ഇടതുവശത്തായും നിൽക്കുന്നു. പി എന്ന ആൾ ക്യൂവിന്റെ വലതുവശത്തും ആറിന്റെ ഇടതുവശത്തും, നമ്മളിങ്ങനെ വരി നിൽക്കുവാണെങ്കിൽ ആറിന്റെ ഇടതുവശത്താണ് പി. എസ് എന്ന ആൾ പിയുടെ ഇടതുവശത്തായും ക്യൂവിന്റെ വലതുവശത്തായും നിൽക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഈ വശം പറയാൻ നേരത്ത് ഇതൊന്നെങ്കിൽ ആറ് അത്ര ഇത്ര അങ്ങനെ നോക്കാം. ഓക്കെ, ഇങ്ങനെ എഴുതാം. എസ് എന്ന ആൾ പിയുടെ ഇടതുവശത്തായും ക്യൂവിന്റെ വലതുവശത്തായും നിൽക്കുന്നു. അപ്പൊ ശരിയായില്ലേ? അങ്ങനെ മാറ്റി എഴുതി നോക്കുക കേട്ടോ. ഓക്കെ ആണോ? എങ്കിൽ ഏറ്റവും ഇടത്തെ അറ്റത്ത് നിൽക്കുന്നത് ആരാണ്? ഇടത്തെ അറ്റത്ത് നിൽക്കുന്നത് ക്യൂ ആണ്. അതായത് തൊട്ട് ഇടതുവശത്തായിട്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം എഴുതിയപ്പോ തൊട്ടിടതുവശത്ത് അങ്ങനെയല്ലേ നമ്മൾ എഴുതിയത്. തൊട്ടിടതുവശത്ത് എന്ന് പറഞ്ഞിട്ടില്ല, പകരം ഇടതുവശത്തുനിന്നേ വന്നിട്ടുള്ളൂ. ഇടതുവശത്ത് എവിടെ നിൽക്കാം? പി എന്ന ആൾ ക്യൂവിന്റെ വലതുവശത്ത്, അപ്പം ക്യൂവിന്റെ വലതുവശത്ത് എവിടെ വേണമെങ്കിലും വരാം. ഓക്കെ അല്ലേ? ആറിന്റെ ഇടതുവശത്തായും നിൽക്കും. എസ് എന്ന ആൾ പിയുടെ ഇടതുവശത്തായിട്ട്. ഓക്കെ അല്ലേ? അങ്ങനെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞിട്ടില്ല. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 99 നോക്കിയേ. 103, 104, 107, 112. അപ്പൊ 3-ന്ന് 4, അതായത് 1, ഇവിടെ 3, ഇവിടെ 5-ന്ന് 5 കൂട്ടുമ്പോ 12 വന്നു. ഇവിടെ എഗെയിൻ 7, ഇവിടെ എഗെയിൻ നമ്മൾ എത്ര കൂട്ടി? 7-ന്ന് 9 തന്നെ കൂട്ടി അല്ലെ? അപ്പം അടുത്ത പദം എത്രയായിരിക്കും എന്നുള്ളത്? 1, 3, 5, 7, 9. അടുത്തതപ്പം എത്രയായിരിക്കും കൂടേണ്ടത്? 11. ഓക്കെ അല്ലേ? അപ്പം 128 പ്ലസ് 11 കൂട്ടുമ്പം നമുക്ക് 9, 139. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇനി 16, 36, 64, 114, 144 ഈ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത്? 16, 4 × 4 ആണ് 16. 6 × 6 36. 8 × 8 64. 114 അവിടെ കിടക്കട്ടെ. 144. ഓക്കെ അല്ലേ? സോ ഇവിടെ 114 ശരി ഉത്തരം. അതായത് കൂട്ടത്തിൽ പെടാത്ത സംഖ്യ. ഓക്കെ, അപ്പൊ മാത്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് കമന്റ് ഇട്ടാൽ മതി, അത് ക്ലാരിഫൈ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു.